ഡെഡ്ലോഗ്സ് ആണ് അടുത്ത ചാപ്റ്റർ. അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ഡെഡ്ലോക്ക് എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. സിങ്ക്രണൈസേഷനിൽ സെമഫോർ യൂസ് ചെയ്യുന്ന സമയത്ത് ഡെഡ്ലോക്ക് വരാനുള്ള സാധ്യതകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ഓപ്പറേഷൻ വിളിക്കുമ്പം ഓർഡർ വെയിറ്റ് ഓഫ് പി, വെയിറ്റ് ഓഫ് ക്യൂ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഓർഡർ കൊടുക്കുമ്പം വേറൊരു പ്രോസസ്സ് വെയിറ്റ് ഓഫ് ക്യൂ, വെയിറ്റ് ഓഫ് പി എന്ന് പറഞ്ഞ ഓർഡറിൽ വിളിക്കുമ്പം ഡെഡ്ലോക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വീണ്ടും ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. What is deadlock? When does a deadlock happen? A set of locked processes, each holding a resource and waiting to acquire a resource held by another process in the set. സോ എക്വയർ ചെയ്യുകയും അതുകൂടാതെ വേറൊരു റിസോഴ്സിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തെയാണ്. അങ്ങനെ എല്ലാ പ്രോസസ്സും, ഒരു സെറ്റ് ഓഫ് പ്രോസസ്സിൽ എല്ലാവരും ഇങ്ങനെ എക്വയർ ചെയ്ത് വെച്ചിട്ടുള്ളതും അതുകൂടാതെ വേറൊരു പ്രോസസ്സിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ, റിക്വസ്റ്റ് ചെയ്ത് കിട്ടണില്ല, വെയിറ്റ് ചെയ്യേണ്ട വരുന്നു. ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സ് റിക്വസ്റ്റ് ചെയ്ത് വാങ്ങിച്ച് ഓൾറെഡി കയ്യിലുണ്ട്, അത് കൂടാതെ വേറൊരു റിസോഴ്സിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തു കിട്ടണില്ല, വെയിറ്റിങ്ങിലോട്ട് പോവാണ്. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം എല്ലാ പ്രോസസ്സിനും വന്നു ചേരുന്നതാണെങ്കിൽ, ആ ഒരു സെറ്റിലുള്ള എല്ലാ പ്രോസസ്സിനും അങ്ങനെ വന്നു ചേരുന്നതാണെങ്കിൽ, എല്ലാവരും വെയിറ്റിങ്ങിലായി പോകുന്നതാണെങ്കിൽ അതിനെയാണ് ഡെഡ്ലോക്ക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇവിടെ പറയുന്നു, സിസ്റ്റം ഹാസ് 2 ടേപ്പ് ഡ്രൈവ്സ്. 2 ടേപ്പ് ഡ്രൈവ്സ് ഉണ്ട്. P1 and P2 ഈച്ച് ഹോൾഡ് 1 ടേപ്പ് ഡ്രൈവ് ആൻഡ് ഈച്ച് നീഡ് അനദർ 1. ഒന്ന് ഓൾറെഡി ഓരോരുത്തരുടെ കയ്യിലുണ്ട്, P1ൻ്റെ കയ്യിലുണ്ട്, P2ൻ്റെ കയ്യിൽ ഒന്നുണ്ട്. അതുകൂടാതെ ഒന്നും കൂടി അവർ റിക്വസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇത് സംഭവിക്കും, ഡെഡ്ലോക്കിലാവും. P1 റിക്വസ്റ്റ് ചെയ്യുന്ന റിസോഴ്സ് P2 ഓൾറെഡി കയ്യിൽ വെച്ചിരിക്കുകയാണ്. P2 അത് P2വും അതേപോലെ തന്നെ അത് കയ്യിൽ വെച്ചിരിക്കുന്ന സമയത്ത് P1 കയ്യിൽ വെച്ചിരിക്കുന്ന റിസോഴ്സ് റിക്വസ്റ്റ് ചെയ്യുകയാണ്. സോ P1 കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ P2ൻ്റെ റിസോഴ്സ് കിട്ടണം. P2നാണെങ്കിലോ P2ൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ P1ൻ്റെ റിസോഴ്സ് കിട്ടണം. സോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാതെ നിൽക്കുന്ന ആ സാഹചര്യത്തിനാണ് ഡെഡ്ലോക്ക് എന്ന് പറയുന്നത്. സോ ഇവിടെ സെമഫോഴ്സിൻ്റെ കേസിൽ നമ്മളിത് ഡിസ്കസ് ചെയ്യാണ്. P0 റിസോഴ്സ്, 2 റിസോഴ്സ് P0ന് ആവശ്യമുണ്ട്, P1നും ആവശ്യമുണ്ട്. P0 ഓൾറെഡി വെയിറ്റ് ഓഫ് എ, അതായത് എ എന്ന് പറഞ്ഞ റിസോഴ്സ് എക്വയർ ചെയ്തു. അതുപോലെ തന്നെ P1 ബി എന്ന് പറയുന്ന റിസോഴ്സ് എക്വയർ ചെയ്ത് കഴിഞ്ഞതാണെങ്കിൽ, പിന്നെ അതിനുശേഷം P0 വെയിറ്റ് ഓഫ് ബി വിളിക്കുകയാണെങ്കിൽ ഡെഡ്ലോക്കിലേക്ക് പോകും. P1ഉം വെയിറ്റ് ഓഫ് എ വിളിക്കുകയാകുമ്പം ഡെഡ്ലോക്കിലേക്ക് പോകും. ബിക്കോസ് വെയിറ്റ് ഓഫ് P0 വെയിറ്റ് ഓഫ് ബി വിളിക്കുമ്പം അത് കിട്ടില്ല, ബിക്കോസ് P1 ഓൾറെഡി എക്വയർ ചെയ്ത് വെച്ചതാണത്. അതേപോലെ തന്നെ P1 വെയിറ്റ് ഓഫ് എ വിളിക്കുമ്പം അത് കിട്ടില്ല, ബിക്കോസ് P0 ഓൾറെഡി എക്വയർ ചെയ്ത് വെച്ചതാണ്. ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, സിസ്റ്റം മോഡൽ, നമ്മളിത് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അസംഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടി വരുമല്ലോ. സോ സിസ്റ്റം മോഡൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണോ നമ്മൾ അസംഷൻസ് അതൊക്കെ നമ്മളിവിടെ പറയാം. റിസോഴ്സ് ടൈപ്സ് R1, R2 എക്സെട്ര RM. റിസോഴ്സിനെ R1, R2 എന്ന് പറഞ്ഞിട്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. അത് പറഞ്ഞാൽ CPU സൈക്കിൾസ് ആവാം, മെമ്മറി സ്പേസ് ആവാം, IO ഡിവൈസ് ആവാം, ഇതൊക്കെ റിസോഴ്സാണ്. ഈച്ച് റിസോഴ്സ് ടൈപ്പ് RI ഹാസ് WI ഇൻസ്റ്റൻസസ്. ഓരോ റിസോഴ്സിനും ഒന്നിലധികം ഇൻസ്റ്റൻസ് ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ നേരത്തെ 2 ടേപ്പ് ഡ്രൈവ്സ് പറഞ്ഞല്ലോ. സോ ടേപ്പ് ഡ്രൈവിൻ്റെ 2 ഇൻസ്റ്റൻസ് പറയാം. ഓക്കെ, പ്രിൻ്ററിൻ്റെ 2 ഇൻസ്റ്റൻസ് ഉണ്ടെങ്കിൽ, പ്രിൻ്റർ ഒരേ ടൈപ്പ് ഓഫ് പ്രിൻ്ററിൻ്റെ 2 ഇൻസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ആ പ്രിൻ്ററിന് 2 ഇൻസ്റ്റൻസ് ഉണ്ടെന്ന് പറയാം. അതായത് RI ആസ് WI ഇൻസ്റ്റൻസസ്. എങ്ങനെയാണ് അത് ഓരോ പ്രോസസ്സും റിസോഴ്സ് ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ, ആദ്യം റിക്വസ്റ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റിലീസ് ചെയ്യും. റിക്വസ്റ്റ്, യൂസ്, റിലീസ്, ഇങ്ങനെയൊരു ഓർഡറിലാണ് എല്ലാ പ്രോസസ്സും റിസോഴ്സ് യൂസ് ചെയ്യുക. ഇനി ഡെഡ്ലോക്ക് ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ 4 കണ്ടീഷൻസാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെഡ്ലോക്ക് ആൻ അറൈസ് ഇഫ് 4 കണ്ടീഷൻസ് ഹോൾഡ് സൈമൾട്ടേനിയസ്ലി. 4 ഒരുമിച്ച് ഹോൾഡ് ചെയ്യണം. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിലാണ് സിസ്റ്റത്തിൽ ഡെഡ്ലോക്ക് ഉണ്ടെന്ന് പറയാം. എന്തൊക്കെയാണത്? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പറഞ്ഞാൽ എക്സ്ക്ലൂസീവ് ആക്സസ് ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ്. റിസോഴ്സിന് എല്ലാവർക്കും ഒരുമിച്ച് ഷെയർ ചെയ്ത് യൂസ് ചെയ്യാമെന്നാണെങ്കിൽ ഡെഡ്ലോക്ക് ഉണ്ടാവേണ്ട സാധ്യതയേ ഇല്ല. ഒരാൾ യൂസ് ചെയ്യുമ്പോൾ വേറൊരാൾ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് വരുമ്പോഴാണ് ഡെഡ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യതകൾ വരുന്നത്. നെക്സ്റ്റ്, ഹോൾഡ് ആൻഡ് വെയിറ്റ്. ഒരു പ്രോസസ്സ് ഓൾറെഡി എക്വയർ ചെയ്ത് ഹോൾഡ് ചെയ്തിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ വേറെ ഒന്നിനെ റിക്വസ്റ്റ് ചെയ്യുമ്പോഴാണ് ഡെഡ്ലോക്ക് വരാനുള്ള സാധ്യതയുള്ളത്. അതേസമയം ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞ് അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഡ്ലോക്ക് വരാനുള്ള സാധ്യതയില്ല. നോ പ്രിയംഷൻ. നമുക്ക്
ഗ്രാബ് ഒരു പ്രോസസ്സ് ഓൾറെഡി ഒരു റിക്വസ്റ്റ് റിസോഴ്സ് ആക്സസ് ചെയ്ത് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് നമുക്ക് ഗ്രാബ് ചെയ്യാൻ വേറൊരു പ്രോസസ്സ് ചെയ്തിട്ട് ഗ്രാബ് ചെയ്ത് എക്വയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഡെഡ് ലോക്ക് വരാനുള്ള സാധ്യതയില്ല. വെയിറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഡെഡ് ലോക്ക് വരുന്നത്. അതായത് നമുക്ക് പിടിച്ചു വാങ്ങുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഡെഡ് ലോക്ക് വരില്ല. പക്ഷെ അങ്ങനെ പിടിച്ചു വാങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് നോ പ്രിയംഷൻ എന്ന് പറയുന്നത്. നോ പ്രിയംഷൻ എന്ന് പറഞ്ഞാൽ പ്രിയംപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്രിയംപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇടക്ക് കയറി അതിനെ കയ്യൂക്കോടെ നമ്മൾ അതിനെ കയ്യേറി എടുക്കുന്നതിനെയാണ് പ്രിയംഷൻ എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ നമുക്ക് റിസോഴ്സിൻ്റെ എക്സ്ക്ലൂസീവ് ആക്സസ് ഉള്ള റിസോഴ്സിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. എക്സ്ക്ലൂസീവ് ആക്സസ് മാത്രമേ പറ്റൂ എന്നുള്ള ചില റിസോഴ്സിന് ചില റൂൾസ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള റിസോഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രിയംപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇടക്ക് കയറി നമുക്ക് അതിനെ കയ്യേറ്റം ചെയ്ത് വാങ്ങിക്കാൻ അല്ലെങ്കിൽ അതിനെ ഗ്രാബ് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റില്ല. സർക്കുലർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം P0 സർക്കുലർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം P0 നേരത്തെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. P0 എന്നൊരു റിസോഴ്സ്, R0 എന്ന് പറഞ്ഞ റിസോഴ്സിന് R1 എന്ന് പറയുന്ന റിസോഴ്സൊക്കെ കേട്ടോ റിക്വസ്റ്റ് ചെയ്യാണ്. അറ്റ് ദ സെയിം ടൈം ഓൾറെഡി R0 എന്ന് പറയുന്ന റിസോഴ്സ് P0 എക്വയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഞാൻ ഈ എഡ്ജ് കാണിക്കുന്നത് റിസോഴ്സിൽ നിന്ന് പ്രോസസ്സിലേക്ക് എഡ്ജ് കാണിക്കുന്നതാണെങ്കിൽ അത് അസൈൻമെൻറ്റ് ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്നാണ്, ലൊക്കേഷൻ നടന്നു കഴിഞ്ഞു എന്നാണ്. എഡ്ജ് പ്രോസസ്സിൽ നിന്ന് റിസോഴ്സിലേക്കാണെങ്കിൽ റിക്വസ്റ്റ് ആയിട്ടാണ് അത് കാണിക്കുക കേട്ടോ. റിക്വസ്റ്റ് എഡ്ജാണ്. അസൈൻമെൻറ്റ് കഴിഞ്ഞിട്ടില്ല, റിക്വസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ, കിട്ടിയിട്ടില്ല എന്നുള്ളത്. R1 ഓൾറെഡി P1ന് അസൈൻ ചെയ്തിട്ടുണ്ട്, ഓക്കെ, അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ P1 R0ന് റിക്വസ്റ്റ് ചെയ്യാണ്. സോ ദിസ് ഈസ് ആക്ച്വലി വെയിറ്റ് അല്ല, സർക്കുലർ വെയിറ്റ്. നിങ്ങൾക്ക് കാണാം സർക്കിളാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. യു ക്യാൻ സി സർക്കിൾ ഇസ് ഫോം. R0 P0യിലേക്ക് അസൈൻ ചെയ്തിട്ടുണ്ട്. P0 R1ന് റിക്വസ്റ്റ് ചെയ്യാണ്, പക്ഷെ കിട്ടിയിട്ടില്ല, വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. R1 P1ലേക്ക് ഓൾറെഡി അസൈൻ ചെയ്തിട്ടുണ്ട്. P1 R0യിലേക്ക് റിക്വസ്റ്റ് ചെയ്യാണ്. ഇങ്ങനെ ഒരു സർക്കുലർ വെയിറ്റ് വരുന്ന ഒരു സാഹചര്യത്തിനെ ആണ് ആക്ച്വലി ഡെഡ് ലോക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ആക്ച്വലി സർക്കുലർ വെയിറ്റ് അല്ലേ. എഡ്ജ് ആറോ കാണുന്നില്ല, ഒരേ ഡയറക്ഷനിലാണ് ആറോ മൂവ് ചെയ്യുന്നത്. ഒന്നോ ഒരേ ഡയറക്ഷനിലേക്കാണ് ആറോ മൂവ് ചെയ്യുന്നത് അല്ലേ. ഇങ്ങനെയാണ് ആറോ ഇങ്ങനെ മൂവ് ചെയ്യല്ലോ, ഒരേ ഇതാണ്. ഇവിടെ നിന്നത്തേക്ക് ഇങ്ങനെ ഒരു സർക്കിൾ അല്ലെങ്കിൽ സൈക്കിൾ ഫോം ചെയ്യുന്ന സാഹചര്യം നമ്മൾ എപ്പോഴെങ്കിലും സിസ്റ്റത്തിലുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇതൊക്കെ ഡെഡ് ലോക്ക്. ഓക്കെ, ഇനി റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ്. ഈ ഗ്രാഫ് ഉപയോഗിച്ച് നമുക്ക് ആക്ച്വലി വി ക്യാൻ ഫൈൻഡ് ഔട്ട് വെദർ ഡെഡ് ലോക്ക് പ്രസൻറ്റ് ഓർ നോട്ട്, ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാം. സോ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് അസംഷൻസ് നമുക്ക് പറയാം. വേർട്ടിസസ്, ഗ്രാഫിൽ വേർട്ടിസസ് വേണം, എഡ്ജസും വേണമല്ലോ. വേർട്ടിസസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പ്രോസസ്സ് ആവാം അല്ലെങ്കിൽ റിസോഴ്സ് ആവാം. പ്രോസസ്സ് എന്ന് പറയുമ്പം വട്ടത്തിലാണ് വരയ്ക്കുക, റിസോഴ്സ് പറയുമ്പം സ്ക്വയറിലാണ് വരയ്ക്കുക. ഇനി റിക്വസ്റ്റ് എഡ്ജ് ഉണ്ടാവും. ഈ പ്രോസസ്സിൽ നിന്ന് റിസോഴ്സിലേക്കുള്ള എഡ്ജിനെ റിക്വസ്റ്റ് എഡ്ജ് എന്ന് പറയുന്നു. നേരെ തിരിച്ച് റിസോഴ്സിൽ നിന്ന് പ്രോസസ്സിലേക്കുള്ള എഡ്ജിനെ അസൈൻമെൻറ്റ് എഡ്ജ് എന്ന് പറയും. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, റിക്വസ്റ്റ് എഡ്ജ് പറഞ്ഞാൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ്, പ്രോസസ്സ് റിക്വസ്റ്റ് ചെയ്യാണ്. കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല, റിക്വസ്റ്റ് മാത്രമാണത്. കാരണം അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞതാണ്. അസൈൻമെൻറ്റ് അല്ലെങ്കിൽ അലോക്കേഷൻ എന്നൊക്കെ പറയാം. ഇനി പ്രോസസ്സിനെ വട്ടത്തിൽ പറയണു, റിസോഴ്സിന് നമ്മൾ സ്ക്വയർ. സോ റിസോഴ്സിന് ഒന്നിലധികം ഇൻസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് ആ സ്ക്വയറിൻ്റെ ഉള്ളിൽ വീണ്ടും സ്ക്വയർസ് വരയ്ക്കുകയാണ്. ഇവിടെ സ്ക്വയറിൻ്റെ ഉള്ളിൽ 4 സ്ക്വയർസ് വരച്ചത് 4 ഇൻസ്റ്റൻസസ് ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, സോ ഒരു പ്രോസസ്സ് ഈ റിസോഴ്സിലേക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നതാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഏത് ഇൻസ്റ്റൻസ് വഴിയും അതിൻ്റെ റിക്വസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാം എന്നാണ്. ഓക്കെ, അതായത് എല്ലാ ഇൻസ്റ്റൻസസും ഒരേ ടൈപ്പാണ്, ഒരേപോലത്തെ റിസോഴ്സസ് ആണെന്നാണ് അർത്ഥം. ഓക്കെ, ഇനി ഹോൾഡിംഗ് PI റിക്വസ്റ്റ് ഇൻസ്റ്റൻസ് പറഞ്ഞാൽ ഇങ്ങനെ എഡ്ജ് എന്ന് പറയുന്ന പ്രോസസ്സിൽ നിന്ന് റിസോഴ്സിലേക്കാണ്. ഇനി അസൈൻമെൻറ്റ് എഡ്ജ് എന്ന് പറയുന്നത് യു ക്യാൻ സീ ദ ഡിഫറൻസ്. നേരത്തെ പ്രോസസ്സിൽ നിന്ന് റിസോഴ്സിലേക്ക് പോകുന്ന എഡ്ജ് നോക്കൂ, ഇവിടെ വരെ നിൽക്കുന്നു. ഇവിടെ അതായത് ആ സ്ക്വയറിൻ്റെ
സ്ക്വയറിൻ്റെ ബൗണ്ടറിൻ്റെ അവിടെ നിൽക്കണുള്ളൂ, അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. അതേസമയം അസൈൻമെൻറ്റ് എഡ്ജ് കണ്ടോ, ഏത് ഇൻസ്റ്റൻസ് ആണോ കൊടുക്കുന്നത് ആ ഇൻസ്റ്റൻസിൽ നിന്നാണ് എഡ്ജ് വരുന്നത്. ആ പർട്ടിക്കുലർ ഇന്നർ സ്ക്വയറിൻ്റെ അകത്തു നിന്നാണ് ആ എഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തോളൂ. ഓക്കെ, ഇതൊരു റിസോഴ്സ് ലൊക്കേഷൻ ഗ്രാഫാണ്. ചില സമയത്ത് ക്വസ്റ്റ്യൻ വരാം, അതിൽ ഗ്രാഫ് തന്നിട്ട് പറയാം ഇതിൻ്റെ അകത്ത് ഡെഡ് ലോക്ക് ഉണ്ടോ ഇല്ലയെന്ന് നോക്കാനൊക്കെ. അങ്ങനെയാണെങ്കിൽ സൈക്കിൾ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. സൈക്കിൾ ഉണ്ടെങ്കിൽ സേ ദാറ്റ്, അതായത് ഇഫ് റിസോഴ്സ് ഹാവ് ഓൺലി വൺ ഇൻസ്റ്റൻസ് ഉള്ള റിസോഴ്സ് ആണെങ്കിൽ സൈക്കിൾ ഉണ്ടെങ്കിൽ ഉറപ്പാക്കാം നമുക്ക് ഡെഡ് ലോക്ക് ഉണ്ട് എന്നുള്ളത്. ഒന്നിലധികം ഇൻസ്റ്റൻസ് ഉള്ള റിസോഴ്സ് ആണെങ്കിൽ ഇറ്റ്സ് എ ചാൻസ് ഫോർ ഡെഡ് ലോക്കിനെ പറയാൻ പറ്റില്ല. ഈ കേസിലൊക്കെ സൈക്കിള് ഇല്ല, നമുക്ക് ഇവിടെയൊക്കെ സൈക്കിളൊന്നും കാണാനില്ല. സോ ദർ ഇസ് നോ ഡെഡ് ലോക്ക്. ഓക്കെ, ഇനി ഡെഡ് ലോക്ക് ഉള്ള ഒരു ഇത് കാണിക്കാം. യു ക്യാൻ സി ഡെഡ് ലോക്ക് ഉള്ളതിൽ കണ്ടോ, ഇവിടെ സൈക്കിൾ ഉണ്ട്. സൈക്കിൾ ഞാൻ കാണിച്ചു തരാം. ഇതൊരു സൈക്കിൾ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ, ദിസ് ഈസ് ആക്ച്വലി സൈക്കിൾ. ഈ സൈക്കിള് നമുക്ക് പറയാം ദെയർ സൈക്കിൾ ബിക്കോസ് ഒരു ഇവിടെ റിസോഴ്സിനൊന്നും ബാക്കിയാവണില്ല. എല്ലാ റിസോഴ്സും ഓൾറെഡി ഇൻസ്റ്റൻസസ് ഒക്കെ അസൈൻഡ് ആണ്, ഒന്നും ബാക്കിയാവില്ല. നമുക്ക് ഉറപ്പായിട്ട് പറയാം ഇവിടെ സൈക്കിൾ ഉള്ളതും ഡെഡ് ലോക്ക് ഉള്ളതും, സൈക്കിൾ ഉള്ളതും കാരണം ഡെഡ് ലോക്ക് ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ അഥവാ ഇപ്പം നമ്മൾ ഈ ഒരു എഡ്ജ് ഇല്ലെങ്കിൽ, ഓക്കെ, ഈ ഒരു എഡ്ജില്ലേ, ഞാനിപ്പം ഈ ഒരു എഡ്ജ് ഇല്ലെങ്കിൽ, അതായത് ഈ ഒരു റിസോഴ്സ് ഉണ്ടല്ലോ, അത് ഒരു P1ലേക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു റിസോഴ്സ് ഇൻസ്റ്റൻസ് ഉണ്ടല്ലോ, R2ൻ്റെ ഇൻസ്റ്റൻസ്, ആ R2ൻ്റെ ഇൻസ്റ്റൻസ് ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെയാകുമ്പം ഈ P3ക്ക് ആ ഇൻസ്റ്റൻസ് കിട്ടിക്കോളും. P3 റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ R2ന് വേണ്ടിയിട്ട്, അത് കിട്ടിക്കോളും. അന്നേരം ഈ സൈക്കിൾ ഉണ്ടാവില്ല. അതായത് ഈ റിക്വസ്റ്റ് നിലനിൽക്കില്ലല്ലോ. ആ റിക്വസ്റ്റ് നിലനിൽക്കാത്ത സാഹചര്യത്തിൽ ഇങ്ങനെയാവും, ആറോ ഇങ്ങനെയാവും. അസൈൻമെൻറ്റ് നടക്കും അവിടെ. അസൈൻമെൻറ്റ് നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? അസൈൻമെൻറ്റ് നടക്കുമ്പോൾ ഇങ്ങനെ ആറോ ഇങ്ങനെ വരും. സോ അവിടെ സൈക്കിൾ ഉണ്ടാവില്ല. സോ പക്ഷേ ഇവിടെ നമുക്ക് ഉറപ്പാക്കാം സൈക്കിൾ ഉള്ളത് കാരണം, പിന്നെ അതുപോലെ തന്നെ ഒരു റിസോഴ്സും ഫ്രീ അല്ലാതാണ്, എല്ലാ റിസോഴ്സും അസൈൻ ചെയ്തിരിക്കുക. സോ അതുകൊണ്ട് തന്നെ എന്തുണ്ട്? ഡെഡ് ലോക്ക് ഉണ്ട്. ഓക്കെ, സോ ഇവിടെ അടുത്തതിൽ നോക്കാം, സൈക്കിൾ ഉണ്ട് പക്ഷേ ഡെഡ് ലോക്ക് ഇല്ല. ഓക്കെ, സോ സൈക്കിൾ ഉണ്ട്, ഡെഡ് ലോക്ക് ഇല്ലാത്തൊരു സാഹചര്യം ഇവിടെ ഉണ്ട്. ഇവിടെ നോക്ക്, സൈക്കിൾ ഉണ്ട്, ദിസ് ഇസ് എ സൈക്കിൾ അല്ലേ? ഓക്കെ, സൈക്കിൾ ഉണ്ട് പക്ഷെ ഡെഡ് ലോക്ക് ഇല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് കാണാം ഇവിടെ R2ന് ഒരു ഇൻസ്റ്റൻസ് കണ്ടോ, R2ൻ്റെ ഒരു ഇൻസ്റ്റൻസ് ഇത് P4ലേക്ക് അസൈൻ ചെയ്തിട്ടുണ്ട്. P4 ആണെങ്കിൽ ഡെഡ് ലോക്ക് സ്റ്റേറ്റിലും അല്ല. P4ലേക്ക് അസൈൻമെൻറ്റ് നടന്നിട്ടുണ്ട്, R2ൻ്റെ ഒരു ഇൻസ്റ്റൻസിൻ്റെ അസൈൻമെൻറ്റ് നടന്നിട്ടുണ്ട്. P4 അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ P4 അത് റിലീസ് ചെയ്യും. P4 ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് കിട്ടും? P3ക്ക് കിട്ടും. P3ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ആരോ നിലനിൽക്കില്ല. എന്ത് സംഭവിക്കും? ഈ ഒരു ആരോ നിലനിൽക്കില്ല. എന്ത് സംഭവിക്കും? ആ ആരോ ഒരു അസൈൻമെൻറ്റ് എഡ്ജായിട്ട് മാറും അല്ലേ? ആ ആരോ ഒരു അസൈൻമെൻറ്റ് എഡ്ജായിട്ട് മാറും. എന്നിട്ട് ആ സൈക്കിൾ അവിടെ ഉണ്ടാവില്ല. സോ അങ്ങനെ ഇവിടെ സൈക്കിൾ കാണിക്കുന്നുണ്ടെങ്കിലും ഡെഡ് ലോക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. ബിക്കോസ് എന്തുകൊണ്ടാണ്? സൈക്കിൾ കാണിക്കുന്നതാണെങ്കിൽ ഡെഡ് ലോക്ക് ഉണ്ടാകും. ബിക്കോസ് R2ൻ്റെ ഒരു ഇൻസ്റ്റൻസ് P4ലേക്ക് പോയിട്ടുണ്ട്. P4 ആണെങ്കിൽ ഡെഡ് ലോക്ക് സ്റ്റേറ്റിലല്ല താനും. P4 ആ ഉപയോഗം കഴിഞ്ഞാൽ അത് റിലീസ് ചെയ്യുമ്പോൾ ആർക്ക് കിട്ടും? അത് റിക്വസ്റ്റ് ചെയ്ത ആർക്കാണോ അത് അവർക്ക് കിട്ടും. സോ ഡെഡ് ലോക്ക് ഇവിടെ എന്താണ്, സൈക്കിൾ ഉണ്ടാകുമെന്ന് വെച്ചിട്ട് എപ്പോഴും ഡെഡ് ലോക്ക് ഉണ്ടാവുന്നില്ല. യു ക്യാൻ ഓൾവേസ് സേ ദാറ്റ് ദറ്റ്സ് എ പോസിബിലിറ്റി ഓഫ് ഡെഡ് ലോക്ക് എന്ന് നമുക്കവിടെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇഫ് ഗ്രാഫ് കണ്ടെയ്ൻസ് നോ സൈക്കിൾസ് നോ ഡെഡ് ലോക്ക്. സൈക്കിൾസ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും പറയാം ഡെഡ് ലോക്ക് ഇല്ല എന്നുള്ളത്. പക്ഷേ സൈക്കിൾ ഉണ്ടെങ്കിൽ ഇഫ് ഓൺലി വൺ ഇൻസ്റ്റൻസ് പെർ റിസോഴ്സ് ടൈപ്പ് ഡെഡ് ലോക്ക്, ദെൻ ഡെഡ് ലോക്ക്. ഒരു ഇൻസ്റ്റൻസ് മാത്രമേ ഓരോ റിസോഴ്സ് ടൈപ്പിനും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡെഡ് ലോക്ക് ഉണ്ടെന്ന് പറയാം. പക്ഷെ ഒന്നിലധികം ഇൻസ്റ്റൻസസ് ഓരോ റിസോഴ്സിനും ഉണ്ടെങ്കിൽ
ദെൻ ഡെഡ് ലോക്കിൻ്റെ സാധ്യത ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും, പോസിബിലിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, പോസിബിലിറ്റി ഓഫ് ഡെഡ് ലോക്ക്. ഇനി ഡെഡ് ലോക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യും? മെത്തേഡ്സ്. ഒന്നുകിൽ സിസ്റ്റം ഒരിക്കലും ഡെഡ് ലോക്കിൽ കയറാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവരണം, എൻഷുർ ദ സിസ്റ്റം വിൽ നെവർ എൻ്റർ എ ഡെഡ് ലോക്ക് സ്റ്റേറ്റ്. അല്ലെങ്കിൽ allow the system to enter a deadlock state and then recover. എല്ലാ സിസ്റ്റത്തെ ഡെഡ് ലോക്കിലാവട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ വിട്ടുകൊടുക്കുക. പിന്നെ വേണമെങ്കിൽ റിക്കവർ ചെയ്യാനുള്ള പ്രൊവിഷൻസ് നോക്കാം. പിന്നെയുള്ളത് നെക്സ്റ്റ് ഒന്ന് ഇഗ്നോർ ദ പ്രോബ്ലം. ഒന്നും നോക്കണ്ട, ഇഗ്നോർ ചെയ്യുക. വിചാരിക്കുക ഡെഡ് ലോക്ക് വരികയില്ല എന്ന് വിചാരിച്ച് നോക്കുക. സോ മോസ്റ്റ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡൂ ദാറ്റ് എന്നാണ് പറയുന്നത്. തേർഡ് മെത്തേഡാണ് ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. ഡെഡ് ലോക്ക് ഉണ്ടാവാതിരിക്കാനോ ഉണ്ടായാൽ എന്തെങ്കിലും ചെയ്യാനോ ഉള്ള ഒരു പ്രൊവിഷനും ചില ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് യൂസ് ചെയ്യുന്നു. മിക്ക ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും ഡെഡ് ലോക്കിൻ്റെ ഒരു അവസ്ഥയെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് അതിലുള്ള അൽഗോരിതംസ് ഒന്നും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഡെഡ് ലോക്ക് പ്രിവെൻഷൻ. എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക? നമ്മൾ പറഞ്ഞു ഡെഡ് ലോക്കിൻ്റെ കണ്ടീഷൻസ് പറഞ്ഞാൽ എന്താ? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, ഹോൾഡ് ആൻഡ് വെയിറ്റ്, അങ്ങനെയല്ലേ ഡെഡ് ലോക്കിൻ്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. നോ പ്രിയംഷൻ, സർക്കുലർ വെയിറ്റ്. ഈ കണ്ടീഷൻസൊക്കെ ഫെയിലാക്കിയാൽ, ഇതിൽ ഏതും ഒന്ന് ഫെയിലാക്കിയാൽ തന്നെ ഡെഡ് ലോക്ക് അവശേഷിക്കില്ല, ഡെഡ് ലോക്ക് ഉണ്ടാവില്ല എന്നാണ്. സോ സർക്കുലർ വെയിറ്റ് ഇല്ലാതാക്കിയാൽ, അല്ലെങ്കിൽ നോ പ്രിയംഷൻ ഇല്ലാതാക്കിയാൽ, ഹോൾഡ് ആൻഡ് വെയിറ്റ് ഇല്ലാതാക്കിയാൽ കേട്ടോ, ഒന്നും ഇതെല്ലാം നെഗറ്റീവ് ആവണം. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ അല്ല, ഏതും ഒന്ന് നെഗറ്റീവ് ആയാൽ മതി. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഇല്ലാതാവണം. അതായത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ് ആക്സസ് ആണ്. എക്സ്ക്ലൂസീവ് ആക്സസ് ഇല്ലെങ്കിൽ, അതായത് എല്ലാവർക്കും ഷെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ തന്നെ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഇല്ലല്ലോ. പക്ഷെ അങ്ങനെ ആകുമ്പോൾ ഡെഡ് ലോക്കും ഇല്ല. ഹോൾഡ് ആൻഡ് വെയിറ്റ് ഇല്ലെങ്കിൽ, അതായത് വെയിറ്റ് ഒന്നിന് എക്വയർ ചെയ്ത്, ഒരു റിസോഴ്സ് എക്വയർ ചെയ്ത് വേറൊന്നിന് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഇല്ലെങ്കിൽ, അതായത് റിസോഴ്സ് റിക്വസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എല്ലാം റിലീസ് ചെയ്തിട്ട് മാത്രമേ റിക്വസ്റ്റ് ചെയ്യുള്ളൂ എങ്കിൽ ഡെഡ് ലോക്ക് ഉണ്ടാവില്ല അല്ലേ. സോ അതേപോലത്തെ നോ പ്രിയംഷൻ. പ്രിയംഷൻ ഇല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നോ പ്രിയംഷൻ ആണ് ഡെഡ് ലോക്ക് ഉണ്ടാവുന്ന അവസ്ഥ. പക്ഷേ പ്രിയംപ്റ്റ് ചെയ്യാൻ നമുക്ക് സാഹചര്യം ഉണ്ടെങ്കിൽ, ഗ്രാബ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഡെഡ് ലോക്ക് ഉണ്ടാവില്ലല്ലോ. ഇഫ് യു ആർ allowed to grab resource from a process who is already using it, ഇടയ്ക്ക് വെച്ച് നമുക്ക് ഗ്രാബ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ എന്തില്ല, ഡെഡ് ലോക്ക് ഉണ്ടാവില്ല. അതേപോലെ തന്നെ സർക്കുലർ വെയിറ്റ്, അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ സർക്കുലർ വെയിറ്റ് കണ്ടീഷൻ ഉണ്ടല്ലോ. P0 is already assigned with R1, P0 requesting for R2, R2 assigned to P1, P1 is requesting for R0 എന്നൊക്കെ പറഞ്ഞ ആ ഒരു സർക്കുലർ വെയിറ്റ് കണ്ടീഷൻ ഉണ്ടല്ലോ. ഞാൻ നേരത്തെ എവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ആ സർക്കുലർ വെയിറ്റ്. ആ സർക്കുലർ വെയിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഡെഡ് ലോക്ക് ഉണ്ടാവുക. ആക്ച്വലി സർക്കുലർ വെയിറ്റിൻ്റെ ചാൻസസ് നമ്മൾ ഉണ്ടാവുന്നില്ലെങ്കിൽ, സിസ്റ്റത്തിലില്ലെങ്കിൽ, there will not be any deadlock. അതത്ര നമ്മൾ പറഞ്ഞാൽ മതി. ഇനി ഡെഡ് ലോക്ക് അവോയ്ഡൻസ്. ഡെഡ് ലോക്ക് ഉണ്ടാവാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എടുക്കുന്നതാണ് ഡെഡ് ലോക്ക് അവോയ്ഡൻസ് പറയുന്നത്. സോ ഡെഡ് ലോക്ക് അവോയ്ഡൻസിൽ നമ്മൾ ഈ ഡിസ്കസ് അബൌട്ട് എന്താണ് സേഫ്റ്റി അൽഗോരിതം, അല്ലെങ്കിൽ സേഫ്റ്റി അൽഗോരിതം, ബാങ്കേഴ്സ് സേഫ്റ്റി അൽഗോരിതം അതിന് പറയും. സോ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചില ടേംസാണ്. സേഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നൊരു ടേം ഉണ്ട്. അതായത് വെൻ എ പ്രോസസ് ഇസ് സെറ്റ് ടു ബി സേഫ് സ്റ്റേറ്റിലാണെങ്കിൽ ഡെഡ് ലോക്ക് വരില്ല എന്നാണ് പറയുന്നത്. പ്രോസസ്സ് ഒരു സെറ്റ് ഓഫ് പ്രോസസ് സേഫ് സ്റ്റേറ്റിൽ, അല്ലെങ്കിൽ സിസ്റ്റം സേഫ് സ്റ്റേറ്റിലാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ സിസ്റ്റത്തിൽ ഡെഡ് ലോക്ക് വരില്ല എന്നാണ്. അൺസേഫ് ആകുമ്പോൾ മാത്രമാണ് ഡെഡ് ലോക്കിൻ്റെ പോസിബിലിറ്റി വരുന്നത്. അൺസേഫ് ആകുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് ഡെഡ് ലോക്ക് വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അൺസേഫ് ആകുമ്പോൾ എപ്പോഴും ഡെഡ് ലോക്കിൻ്റെ പോസിബിലിറ്റി ഉണ്ട്. സേഫ് ആകുമ്പോൾ ഡെഡ് ലോക്ക് ഉണ്ടാവുകയില്ല. ഓക്കെ, സോ സേഫ് ആവാനുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് എപ്പോഴും. സോ സേഫ് ആവുമെന്ന് വെച്ചാൽ നമ്മൾ സീക്വൻസ് കണ്ടുപിടിക്കണം. ഒരു സെറ്റ് ഓഫ് പ്രോസസ്സ് ഉണ്ടെങ്കിൽ ഏത് സീക്വൻസ് അല്ലെങ്കിൽ ഏത് ഓർഡറിൽ ഇവർ എക്സിക്യൂട്ട് ചെയ്താലാണ് എല്ലാവരും സേഫായിട്ടിരിക്കുക, എല്ലാ പ്രോസസ്സും സേഫായിട്ടിരിക്കുക. അതായത് ഡെഡ് ലോക്കിൽ പോവാതെ എല്ലാവരും അവനവൻ റിക്വസ്റ്റ് ചെയ്ത റിസോഴ്സ് കിട്ടുകയും അത് യൂസ് ചെയ്ത് അത് റിലീസ് ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയാണ് സേഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ എല്ലാവരും സേഫ് സ്റ്റേറ്റിലാണെങ്കിൽ ഒരു സേഫ് സീക്വൻസ് അവർ ഫോളോ ചെയ്യണം. ഏതൊരു ഓർഡറിലാണ് അവർ റിസോഴ്സ് ആക്സസ് ചെയ്യേണ്ടതും റിലീസ് ചെയ്യേണ്ടതും. ഒരു റിസോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് യൂസ് ചെയ്ത് റിലീസ് ചെയ്താൽ അത് ആ റിലീസ് ചെയ്ത റിസോഴ്സ് അടുത്ത പ്രോസസ്സിന്, സീക്വൻസിലുള്ള അടുത്ത പ്രോസസ്സിന് കിട്ടും. അങ്ങനെ ആ പ്രോസസ്സും
എന്ത് ചെയ്യണം, അത് യൂസ് ചെയ്ത് റിലീസ് ചെയ്യുക. അല്ലെങ്കിൽ അവനവൻ ഓൾറെഡി ഓക്യുപ്പൈ ചെയ്ത് വെച്ച റിസോഴ്സസും നേരത്തെ റിലീസ് ചെയ്ത മറ്റ് പ്രോസസ്സ് റിലീസ് ചെയ്ത അയാൾക്ക് മുന്നേ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ പ്രോസസ്സ് റിലീസ് ചെയ്ത റിസോഴ്സസ് അയാൾ ഈ പ്രോസസ്സ് ആക്സസ് ചെയ്യാൻ പറ്റുകയും അത് എല്ലാം കൂടി അത് വീണ്ടും അവനവൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനവൻ അലോക്കേറ്റ് ചെയ്തതും പിന്നെ അവൻ ആദ്യമേ അലോക്കേറ്റ് ചെയ്ത് വെച്ചതും മറ്റുള്ളവർക്ക് ആക്സസ് ചെയ്തതും ഒക്കെ റിലീസ് ചെയ്ത് അങ്ങനെ എല്ലാവരും ഒരു ഡെഡ്ലോക്ക് ഇല്ലാതെ ഒരു സേഫ് സീക്വൻസ് ഫോളോ ചെയ്ത് പോകുന്നതിനെയാണ് സേഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. Okay, so when a process requests an available resource, system must decide if immediate allocation leaves the system in a safe state. So ഏത് പ്രോസസ്സും ഒരു റിസോഴ്സ് ആക്സസ് ചെയ്ത് റിസോഴ്സ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആക്സസ് അല്ല റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നോക്കും ആ റിക്വസ്റ്റ് നമുക്ക് അനുവദിച്ച് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അനുവദിച്ച് കൊടുക്കാൻ അനുവദിച്ച് കൊടുത്താൽ സിസ്റ്റം സേഫ് സ്റ്റേറ്റിലാവുമോ അതോ അൺസേഫ് സ്റ്റേറ്റിലാവുമോ എന്ന് നോക്കേണ്ടി വരും. സോ അത് നമ്മൾ ഫ്യൂച്ചറാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇത് അഥവാ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ആലോചിക്കുക കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാണ്. കൊടുത്തു കഴിഞ്ഞാൽ അഥവാ സിസ്റ്റം അൺസേഫ് ആവുമോ, അൺസേഫ് ആവുന്നതാണെങ്കിൽ നമ്മളത് കൊടുക്കില്ല. ഓക്കെ, സോ സിസ്റ്റം ഇസ് ഇൻ സേഫ് സ്റ്റേറ്റ് ഇഫ് ദർ എക്സിസ്റ്റ് സേഫ് സീക്വൻസ്. ആണ് പറഞ്ഞ പോലെ തന്നെ സേഫ് സീക്വൻസ് വേണം. സീക്വൻസ് പറഞ്ഞാൽ എന്താ, എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ആംഗുലർ ബ്രാക്കറ്റ്സിൽ കൊടുത്തില്ല, P1, P2, etc. Pn is safe if for each Pi the resource that Pi can still request can be satisfied by currently available resources plus resources held by all the Pj with j less than I. അതായത് P2ന് സേഫ് ആവണമെന്നുണ്ടെങ്കിൽ P2 എങ്ങനെയാണ് സേഫ് ആവുക, P2 P1 അതിന് തൊട്ട് മുന്നെയോ അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള മറ്റ് പ്രോസസ്സ് ഉണ്ടാവുമല്ലോ. P2ന് തൊട്ട് മുന്നേ P1 ആണ്. P1 റിലീസ് ചെയ്ത റിസോഴ്സ് വെച്ചിട്ട് P2 റിസോഴ്സ് ദാറ്റ് Pi ക്യാൻ സ്റ്റിൽ റിക്വസ്റ്റ് ക്യാൻ ബി സാറ്റിസ്ഫൈഡ് ബൈ. എങ്ങനെ, P2ന് ആവശ്യമുള്ള റിസോഴ്സൊക്കെ എവിടെ നിന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണം, ഓൾറെഡി ഒരു അവൈലബിലിറ്റി ഉണ്ടാവുമല്ലോ റിസോഴ്സിൻ്റെ, ആ അവൈലബിലിറ്റിയിൽ നിന്നും പിന്നെ അതിന് തൊട്ട് മുന്നേ കഴിഞ്ഞു പോയ പ്രോസസ്സ് റിലീസ് ചെയ്ത റിസോഴ്സസും അത് രണ്ടും കൂടിയിട്ട് അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ then we can say that P2 is in safe state. അതേപോലെ തന്നെ P3ൻ്റെ കേസിൽ P2ഉം P1ഉം റിലീസ് ചെയ്ത റിസോഴ്സസും അതുകൂടാതെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് റിസോഴ്സ് ഉണ്ടാവുമല്ലോ ഫ്രീ ആയിട്ട് കിടക്കുന്നത്, രണ്ടും കൂടി ഈ P2ൻ്റെ P3 ഞാൻ പറഞ്ഞത് P3ൻ്റെ റിക്വസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ then we can say that P3 is in safe state. അതേപോലെ തന്നെ P4 ആണെങ്കിൽ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നതും P3യും P2ഉം P1ഉം റിലീസ് ചെയ്തത് അത് വെച്ചിട്ട് P4ന് അവനവൻ്റെ റിക്വസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ then we can say that P4 is in safe state. അങ്ങനെ ഒരു സേഫ് സീക്വൻസ് ഉണ്ടെങ്കിൽ സിസ്റ്റത്തിലുണ്ടെങ്കിൽ then we can say that system will not be in deadlock. സോ അതൊക്കെയാണ് അവിടെ Pi's resource needs are not immediately available, then Pi can wait until all Pj have finished. സോ അഥവാ ഒരു പ്രോസസ്സിന് അതിൻ്റെ റിക്വസ്റ്റ് ചെയ്യുമ്പം റിസോഴ്സ് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിനാവശ്യമുള്ള റിസോഴ്സ് അതിൻ്റെ നീഡ്സിനനുസരിച്ചുള്ള റിസോഴ്സ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിന് വെയിറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. വെൻ Pj is finished, Pi can obtain need resource. സോ തൊട്ട് മുന്നേ ഉള്ള പ്രോസസ്സൊക്കെ ഫിനിഷ് ചെയ്യുമ്പോൾ അത് റിസോഴ്സൊക്കെ റിലീസ് ചെയ്യുമല്ലോ തൊട്ട് മുന്നേ ഉള്ള പ്രോസസ്സ്, അതൊക്കെ ആർക്ക് യൂസ് ചെയ്യാം, ഇനി വരാൻ പോകുന്ന പ്രോസസ്സിന് യൂസ് ചെയ്യാം. ഓക്കെ, when Pi terminates, Pi plus 1 can obtain its needed resource and so on. Okay, so if system is in safe state, no deadlock. If a system is in unsafe state, possibility of deadlock. Deadlock ഉറപ്പൊന്നുമല്ല കേട്ടോ, അൺസേഫ് ആണെന്ന് വെച്ചാൽ ഡെഡ്ലോക്ക് ഉറപ്പായിട്ടൊന്നും വരുന്നില്ല, പോസിബിലിറ്റി ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ സേഫ് ആണെങ്കിൽ പോസിബിലിറ്റിയും ഇല്ല, നോ ഡെഡ്ലോക്ക് എന്നാ പറയാൻ പറ്റും. നോ ഡെഡ്ലോക്ക് സേഫ് ആണെങ്കിൽ. അവോയ്ഡൻസ് അൽഗോരിതംസ് ഡെഡ്ലോക്കിൻ്റെ ഡെഡ്ലോക്ക് അവോയ്ഡൻസ് അൽഗോരിതം യൂഷ്വലി aims to ensure that system will never enter an unsafe state. എപ്പോഴും ഈ അവോയ്ഡൻസ് അൽഗോരിതംസ് എന്താ നോക്കുകയെന്ന് വെച്ചാൽ സിസ്റ്റം ഒരിക്കലും ഡെഡ്ലോക്കിലേക്ക് പോവാതെ നോക്കും. എങ്ങനെ, ഏതെങ്കിലും ഒരു പ്രോസസ്സ് റിസോഴ്സിന് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡെഡ്ലോക്ക് അവോയ്ഡൻസ് അൽഗോരിതം നോക്കും ആ റിക്വസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ അസ്യൂം ചെയ്തിട്ട് നോക്കും അത് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം സേഫ് സ്റ്റേറ്റിലാവുമോ
ആ സിസ്റ്റം സേഫ് സ്റ്റേറ്റിൽ തന്നെയാണ്, ഓൾറെഡി സേഫ് സ്റ്റേറ്റിലാണ്, സേഫ് സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട റിസോഴ്സ് കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ പ്രോസസ്സിനെ കൊണ്ട് വെയിറ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, സോ ഇതാണ് അൺസേഫ് എന്ന് പറഞ്ഞാൽ ഡെഡ് ലോക്ക് ഉണ്ടാവുന്ന ചാൻസസ് മാത്രമാണ്. അൺസേഫ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയ, അൺസേഫിൻ്റെ ആ ഏരിയ മുഴുവൻ ഡെഡ് ലോക്ക് കാണിക്കണില്ല, ഒരു പോർഷൻ മാത്രമല്ല, ഒരു റെക്ടാങ്കുലർ പോർഷനിലാണ് ഡെഡ് ലോക്ക് ഉള്ളൂ എന്നാണ് പറയുന്നത്. കാരണം സേഫ് സ്റ്റേറ്റിനകത്ത് ഡെഡ് ലോക്ക് എന്ന് പറയുന്ന ഒരു കണ്ടീഷനേ ഇല്ല. ഓക്കെ, ഇനി ഗ്രാഫ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഗ്രാഫിൽ ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞത്. സോ ഇവിടെ ഗ്രാഫിൽ നേരത്തേതിലും വ്യത്യസ്തമായിട്ട് ചില കാര്യങ്ങൾ കാണുന്നുണ്ട്. അതായത് ഈ എന്താണ് ഡാഷ്ഡ് ആരോസ് കാണുന്നുണ്ട്. ഡാഷ്ഡ് ആരോസ് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വലി ക്ലെയിം ചെയ്യുന്നതാണ്, ക്ലെയിം അടിച്ച് കൊടുക്കുന്നില്ല, ക്ലെയിമിങ് മാത്രമാണ്. സോ അത് ആക്ച്വലി നമ്മളിപ്പം ഡിസ്കസ് ചെയ്യേണ്ട, നേരത്തെ ലൊക്കേഷൻ ഗ്രാഫ് നമ്മൾ പഠിച്ചില്ലേ, അത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇനി ബാങ്കേഴ്സ് അൽഗോരിതമാണ് ഇവിടെ സേഫ്റ്റി അൽഗോരിതം എന്ന് പറയുന്നത്. ഡേറ്റാ സ്ട്രക്ചർ ഫോർ ബാങ്കേഴ്സ് അൽഗോരിതം നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. N is the number of processes, M is the number of resource types, available, max, allocation, need, ഇങ്ങനെ പറഞ്ഞ കുറച്ച് ഡേറ്റാ സ്ട്രക്ചേഴ്സിൻ്റെ. അവൈലബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെക്റ്റർ, അതായത് എറയാണ്. ആ എറേൻ്റെ അകത്ത് ഓരോ റിസോഴ്സിൻ്റെയും എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുക. സോ പയ്യെ നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ കാണാം. ഇനി മാക്സ് എന്ന് പറഞ്ഞ മെട്രിക്സ് എന്താണ്, ഓരോ പ്രോസസ്സിനും അതിൻ്റെ മാക്സിമം നീഡ് എത്രയാണ്, എത്ര ആവശ്യമുണ്ട്, ടോട്ടൽ എത്ര ആവശ്യമുണ്ട്, അതാണ് മാക്സ് എന്ന് പറയുന്ന മെട്രിക്സിൽ കാണിക്കുക. സോ അതിന് ഓരോ റോ കറസ്പോണ്ടിങ്, അതായത് ഓരോ പ്രോസസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ റോ അതിൻ്റെ അകത്ത് ഉണ്ടാവും. സോ അങ്ങനെ എല്ലാ റോസും കൂടിയിട്ടാണ് മാക്സ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി എലോക്കേഷനും അതേപോലെ തന്നെ ഓരോ പ്രോസസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ എലോക്കേഷൻ റോ ഉണ്ടാവും. മെട്രിക്സിൻ്റെ അകത്ത് ഓരോ റോ ഉണ്ടാവും, ഓരോ പ്രോസസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട്. സോ ആ റോ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സിൻ്റെ, ഇപ്പോൾ V0 എന്ന് പറഞ്ഞ പ്രോസസ്സിൻ്റെ റോയിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓൾറെഡി എലോക്കേറ്റ് ചെയ്ത റിസോഴ്സസിൻ്റെ എണ്ണമാണ് കാണിക്കുക. ഇനി നീഡും അതേപോലെ തന്നെ ഇനി വരുന്ന നീഡ് എത്രയാണ്. ഇപ്പോൾ ഓൾറെഡി എലോക്കേറ്റഡ് ആണ്, പിന്നെ മാക്സിമം ഇത്ര ആവശ്യമുണ്ട്. സോ മാക്സ് മൈനസ് എലോക്കേഷൻ ആണ് നീഡായിട്ട് കാണിക്കുക. അതായത് ഓൾറെഡി എലോക്കേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് പിന്നെ മാക്സിമം ഇത്ര വേണമെന്നും പറയുന്നുണ്ട്. സോ എന്താണ് നീഡ് എന്ന് പറഞ്ഞാൽ മാക്സ് മൈനസ് ലൊക്കേഷനാണ്. സോ അത് നമുക്ക് സേഫ്റ്റി അൽഗോരിതം വഴി നമുക്ക് എന്താ ചെയ്യുന്നത് നോക്കാം. സേഫ്റ്റി അൽഗോരിതം ഇതാണ്. അൽഗോരിതം ലെറ്റ് വർക്ക് ആൻഡ് ഫിനിഷ് ബി വെക്ടേഴ്സ് ഓഫ് ലെങ്ത് MNN. വർക്ക് എന്ന് പറഞ്ഞാൽ അവൈലബിലിറ്റി ആണ്. ആക്ച്വലി എത്ര റിസോഴ്സ് അവൈലബിൾ ആണെന്നാണ് വർക്ക് പറയുന്ന വെക്ടറിലേക്ക് ഇടുന്നത്. സോ അവൈലബിളിൻ്റെ വാല്യൂ തന്നെയാണ്, അവൈലബിൾ ഇരിക്കുന്ന വാല്യൂ തന്നെയാണ് വർക്കിലേക്ക് വരിക. ഫിനിഷ് എന്ന് പറഞ്ഞ ഒരു വെക്ടറാണ്. ഫിനിഷ് എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഓഫ് പ്രോസസ്സ് ഉണ്ട് അത്രയാണ് ഫിനിഷ് വെക്ടറിൻ്റെ, അല്ലെങ്കിൽ ഫിനിഷ് എന്ന് പറഞ്ഞാൽ എറേ, വെക്ടർ എന്ന് പറഞ്ഞാൽ എറയാണ്, അതിൻ്റെ സൈസ്. സോ ഫിനിഷ് ഓഫ് I = false എന്നാണ് ഇനീഷ്യലി എല്ലാ പ്രോസസ്സിൻ്റെയും ഫിനിഷ് ഫ്ലാഗ്. ഒരു ഫ്ലാഗ് ആണെന്ന് വിചാരിച്ചോളൂ, ഫിനിഷ് ഫ്ലാഗ്. ഓരോ പ്രോസസ്സിനും ഫിനിഷ് ഫ്ലാഗ് ഉണ്ട്. ആ പ്രോസസ്സ് അതിൻ്റെ ആവശ്യങ്ങളൊക്കെ തീർത്ത് അത് കംപ്ലീറ്റ് ചെയ്തതെങ്കിൽ ഫിനിഷ് ഫ്ലാഗ് ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ ഫിനിഷ് ഫ്ലാഗ് ഫോൾസ് ആയിരിക്കും. സോ ആക്ച്വലി സേഫ് സീക്വൻസിൽ ഒരു പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ ആ സേഫ് സീക്വൻസിലുള്ള ഓരോ പ്രോസസ്സിനും ഫിനിഷ് ഫ്ലാഗ് എന്തായിരിക്കും, ഫോൾസ് ആയിട്ട് മാറും. ഓക്കെ, ബിക്കോസ് അത് അതിൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നാണ്. സേഫ് സീക്വൻസിൽ ഇരുന്നാൽ ആ സീക്വൻസിൽ ഒരു മെമ്പറായിട്ട് ഇരിക്കുന്നതാണെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ്സ് റിസോഴ്സസ് നീഡ്സ് ആർ സാറ്റിസ്ഫൈഡ്. സോ ഫൈൻഡ് ആൻ I സച്ച് ദാറ്റ് ബോത്ത്. സോ ആദ്യം തന്നെ ചെയ്യേണ്ടത്, നമ്മൾ പ്രോസസ്സിൻ്റെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടാവും. ഓരോ പ്രോസസ്സിന് എടുക്കുക, അതിൻ്റെ ഫിനിഷ് ഫ്ലാഗ് ഫോൾസ് ആണെങ്കിൽ അതിനെ സെലക്ട് ചെയ്യാം. ഓക്കെ, അത് മാത്രമല്ല അതിൻ്റെ നീഡ്, അതിൻ്റെ ഇനിയുള്ള ആവശ്യങ്ങൾ, റിസോഴ്സ് ആവശ്യങ്ങൾ, അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്ക്, അത് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓൾറെഡി അവൈലബിൾ ആയ റിസോഴ്സസിൻ്റെ അകത്തുനിന്ന് അതിന് മീറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ആ പ്രോസസ്സിനെ സെലക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. സെലക്ട് ചെയ്തിട്ട് അതിനെ സീക്വൻസിലേക്ക് ആഡ് ചെയ്യാം. സേഫ് സീക്വൻസിൻ്റെ ഒരു ഓർഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ആ സീക്വൻസിനെ മെമ്പർ ആക്കിയിട്ട് നമുക്ക് ഇടാം. ഇഫ് നോ സച്ച് I എക്സിസ്റ്റ്, അങ്ങനെ ഒരു പ്രോസസ്സ് കിട്ടിയില്ല എങ്കിൽ, അതായത് ഫിനിഷ് ഫ്ലാഗ് ഫോൾസും നീഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അവൈലബിൾ, വർക്ക് എന്ന് പറഞ്ഞാൽ അവൈലബിൾ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒരു പ്രോസസ്സിനെ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, എല്ലാ പ്രോസസ്സും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു എന്നാണ്. ഫിനിഷ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ സേഫ് സീക്വൻസ് ഓൾറെഡി കഴിഞ്ഞു. ഒന്നുകിൽ സേഫ് സീക്വൻസ് കിട്ടിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ഡെഡ് ലോക്കിലാണെന്നൊക്കെ പറയാം, അൺസേഫ് ആണെന്ന് പറയാം. അത് ഓക്കെ.
സോ അഥവാ നമുക്ക് അങ്ങനെ ഒരു പ്രോസസ് കിട്ടിയതാണെങ്കിൽ എന്ത് ചെയ്യണം, സ്റ്റെപ്പ് 3ലേക്ക് പോകണം. സ്റ്റെപ്പ് 3 എന്താ ചെയ്യുന്നത്, വർക്ക് ഈക്വൽ ടു വർക്ക് പ്ലസ് അലോക്കേഷൻ. അതായത് അവൈലബിളിലേക്ക് നമ്മൾ ഓൾറെഡി ഏതൊരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. സോ ആ പ്രോസസ്സിൻ്റെ അലോക്കേഷൻ വെക്ടർ ഉണ്ടല്ലോ, അലോക്കേഷൻ മെട്രിക്സ് ആണ് ആക്ച്വലി. പക്ഷേ ആ മെട്രിക്സിനകത്ത് ഓരോ പ്രോസസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ റോ ഉണ്ടാവും. സോ ആ റോനെ നമുക്ക് വെക്ടർ എന്ന് പറയാമല്ലോ, റോ അല്ലെങ്കിൽ എറേ എന്ന് പറയും. സോ ആ അലോക്കേഷൻ എറേയിലുള്ള അല്ലെങ്കിൽ വെക്ടറിലുള്ള എന്ത് ചെയ്യും, ആ റിസോഴ്സൊക്കെ റിലീസ് ചെയ്യും. റിലീസ് ചെയ്തിട്ട് അത് റിലീസ് ചെയ്തത് അവൈലബിലിറ്റിയിലേക്ക് പോകും. സോ റിലീസ് ചെയ്ത റിസോഴ്സൊക്കെ അവൈലബിളിലേക്ക് പോകും. ഒരു പ്രോസസ്സ് അവനവൻ ആവശ്യമുള്ള റിസോഴ്സൊക്കെ കിട്ടിക്കഴിഞ്ഞ് അതെന്ത് ചെയ്യും, റിലീസ് ചെയ്ത് അവനവൻ്റെ കയ്യിലുള്ള എല്ലാ റിസോഴ്സും റിലീസ് ചെയ്ത് എന്ത് ചെയ്യും, ആ റിലീസ് ചെയ്തതൊക്കെ എവിടത്തേക്ക് വിടും, അവൈലബിലിറ്റിയിലേക്ക് വിടും. ഓക്കെ, എന്നിട്ട് അത് എവിടത്തേക്ക് പോകും, ഈ സേവ് സീക്വൻസിലെ ഒരു മെമ്പറായിട്ട് മാറും. അന്നേരം അതെന്ത് ചെയ്യും, അതിൻ്റെ ഫിനിഷ് ഫ്ലാഗ് എന്താവും, ട്രൂ ആവും. ഓക്കെ, അതിനുശേഷം ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ്, എല്ലാ പ്രോസസ്സിനെയും നോക്കണമല്ലോ. സോ ഗോ ടു സ്റ്റെപ്പ് 2. അടുത്ത പ്രോസസ്സ് ഉണ്ടെങ്കിൽ അതിനെ സെലക്ട് ചെയ്യാം. അങ്ങനെ എല്ലാ പ്രോസസ്സിനെയും നമ്മൾ സെലക്ട് ചെയ്ത് അതിനെ സീക്വൻസിലേക്ക് ഓരോന്നിനും സീക്വൻസിലേക്ക് ഇട്ട് എന്ത് ചെയ്യുക, അവസാനം എല്ലാവരുടെയും ഫിനിഷ് ഫ്ലാഗ് ട്രൂ ആയിട്ട് മാറും. അങ്ങനെയാകുമ്പം സിസ്റ്റം ഇസ് ഇൻ സേഫ് സ്റ്റേറ്റ് എന്ന് പറയാം. ഓക്കെ, സോ അതിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഡ് അൽഗോരിതം ഉണ്ട്, റിസോഴ്സ് റിക്വസ്റ്റ് അൽഗോരിതം. അത് പിന്നെ നോക്കാം. സോ ഇപ്പോൾ നമുക്ക് സേഫ്റ്റി അൽഗോരിതമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത്. സോ അത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ബാങ്ക് സേഫ്റ്റി അൽഗോരിതം. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. 5 പ്രോസസ്സസ് P0 through P4, P0, P1, P2, P3, P4 അങ്ങനെ 5 പ്രോസസ്സ് ഉണ്ട്. 3 റിസോഴ്സ് ടൈപ്സ് ഉണ്ട്, എ ബി സി. എൻ്റെ 10 ഇൻസ്റ്റൻസ്, ബിൻ്റെ 5 ഇൻസ്റ്റൻസ്, സിൻ്റെ 7 ഇൻസ്റ്റൻസ്. സോ ഇപ്പോൾ ഉള്ള അവൈലബിലിറ്റിയാണ് അവിടെ പറയുന്നത് ആക്ച്വലി. സോ അവൈലബിലിറ്റിയിലേക്കാണ് ഈ പോവുക. എത്ര റിസോഴ്സസ് ഉണ്ട്, എത്ര റിസോഴ്സ് ടൈപ്സ് ഉണ്ട്, 3 റിസോഴ്സ് ടൈപ്സ്. സോ എ ബി സി അങ്ങനെ. സോ നമ്മുടെ അവൈലബിൾ വെക്ടറിൻ്റെ അകത്ത് എത്ര വാല്യൂസ് വരും, 3 വാല്യൂസ് വരും. ഒന്ന് എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ, മറ്റൊരു ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്, മറ്റൊരു സിക്ക് കറസ്പോണ്ടിങ്. എൻ്റെ വാല്യൂ എന്തായിരിക്കും, 10 ആയിരിക്കും. ബിൻ്റെ വാല്യൂ എന്തായിരിക്കും, 5 ആയിരിക്കും. സിൻ്റെ വാല്യൂ എന്തായിരിക്കും, സി ആയിരിക്കും. സോ ഇതായിരിക്കും ആദ്യം സ്റ്റാർട്ടിങ് പോയിന്റിൽ അവൈലബിളിൻ്റെ വാല്യൂ. ഓക്കെ, സോ ഇത് സ്റ്റാർട്ടിങ് പോയിന്റിലെ വാല്യൂ ആണ്, പക്ഷേ ഇപ്പോഴത്തെ വാല്യൂ അല്ല കേട്ടോ. ഇപ്പോഴത്തെ വാല്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എ ബി സി അവൈലബിൾ വാല്യൂ എന്താ 332 ആണ്. അതായത് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. എ 3 ആണ്, ബി 3 ആണ്, സി 2 ആണ്. എക്ക് 3 റിസോഴ്സ്, എൻ്റെ 3 റിസോഴ്സ് ഇൻസ്റ്റൻസസ് ഉണ്ട്, ബിൻ്റെ 3 റിസോഴ്സ് ഇൻസ്റ്റൻസസ് ഉണ്ട്, സിൻ്റെ 2 റിസോഴ്സ് ഇൻസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ഇനി അലോക്കേഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് അലോക്കേഷൻ മെട്രിക്സ്. മാക്സ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് മാക്സ് മെട്രിക്സ്. ഇത് അവൈലബിളും. ഓക്കെ, സോ കുറച്ച് അങ്ങോട്ടും ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷെ മനസ്സിലാവുമെന്ന് വിചാരിക്കണം. സോ P0ൻ്റെ ലൊക്കേഷനാണ് 0, 1, 0. അതായത് എൻ്റെ 0 ഇൻസ്റ്റൻസ്, ബിൻ്റെ 1 ഇൻസ്റ്റൻസ്, സിൻ്റെ 0 ഇൻസ്റ്റൻസ്. എ ബി സി എന്ന് പറഞ്ഞാൽ റിസോഴ്സ് ടൈപ്സ് ആണ് കേട്ടോ. എ ഒരു റിസോഴ്സ് ടൈപ്പാണ്, പ്രിൻ്റർ ആവാം. ബി ഒരു വേറെ എന്തെങ്കിലും റിസോഴ്സ് ടൈപ്പ് ആവാം, ടേപ്പ് ഡ്രൈവോ. സി വേറൊരു റിസോഴ്സ് ടൈപ്പ് ആവാം. അങ്ങനെ P0ന് എൻ്റെ 0 ഇൻസ്റ്റൻസ് ആണ് ഇപ്പം കയ്യിലുള്ളത്. ലൊക്കേഷനല്ല, കയ്യിലുള്ളതാണ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ. P0ന് ബിൻ്റെ 1 ഉള്ളൂ, P0ന് സിൻ്റെ 0 ആണുള്ളത്. ഇതൊന്നുമില്ല, 0 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. P1ന് എൻ്റെ 2 ഇൻസ്റ്റൻസ് ഉണ്ട്, ബിൻ്റെ 0 ഇൻസ്റ്റൻസ്, സിൻ്റെ 0 ഇൻസ്റ്റൻസ്. P2ന് അങ്ങനെയാണ് ഇത് വായിക്കുക കേട്ടോ. ഇനി മാക്സ് എന്ന് പറഞ്ഞാൽ എന്താ, മാക്സിമം ആവശ്യമാണ്. ആവശ്യം എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നും കിട്ടിക്കഴിഞ്ഞിട്ടില്ല, കിട്ടിക്കഴിഞ്ഞത് കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ P0ന് 753 ആണ് ആവശ്യം, പക്ഷെ കിട്ടിക്കഴിഞ്ഞത് എത്രയാണ്, 010 കിട്ടിയിട്ടുള്ളൂ. സോ ഇനിയും കിട്ടാനുണ്ട്, ബാക്കി 753 ഓൾറെഡി അല്ല, 753 എന്ന് പറഞ്ഞാൽ മാക്സിമം കിട്ടാനുള്ളതും ഓൾറെഡി കിട്ടിക്കഴിഞ്ഞത് 010 ആണ്. അതിൻ്റെ അർത്ഥം എൻ്റെത് ഇനി എത്ര ബാക്കി കിട്ടാനുണ്ട്, എൻ്റെത് ഒന്നും ഇപ്പോൾ ഓൾറെഡി കിട്ടിയിട്ടില്ല എന്ന് അർത്ഥമല്ല. 7 - 0 7. ബീൻ്റെത് എത്ര കിട്ടാണ്ട്, 5 - 1 4 കൂടി കിട്ടാനുണ്ട്. സീൻ്റെ എത്ര കിട്ടാണ്ട്, സീൻ്റെ 3 കിട്ടാനുണ്ട്. സോ അതങ്ങനെയാണ് നമ്മൾ നീഡ് എന്ന് അതിന് പറയും കേട്ടോ, അതിന് നീഡ് പറയും. സോ നീഡ് മെട്രിക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. നീഡ് മെട്രിക്സ് വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോവുക. നീഡ്
പറഞ്ഞു നീഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്ക് എന്ന് നോക്കണം എന്ന് പറഞ്ഞല്ലോ അല്ലേ നേരത്തെ നമ്മൾ പറഞ്ഞു. നീഡ് ലെസ് ദാൻ ഓർ ഈക്വൽ, അതാണ് നമ്മുടെ അൽഗോരിതത്തിൽ അങ്ങനെയാണ് ഉള്ളത്. നീഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്ക് നോക്കണം. അതായത് ഓരോ പ്രോസസ്സിൻ്റെയും സെലക്ട് ചെയ്തിട്ട് നോക്കുക. അതായത് അതിന് ഓരോ പ്രോസസ്സിൻ്റെയും നീഡ് ഇപ്പോൾ ഉള്ള അവൈലബിലിറ്റിയിലും ചെറുതാണോ അതോ ഈക്വൽ ആണോ ചെറുതാണോ എങ്ങനെയായാലും ലെസ് ദാൻ ഓർ ഈക്വൽ ആണെങ്കിൽ നമുക്ക് മാത്രമേ അതിൻ്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ഇവിടെ നീഡ് എ ബി സി, P0ൻ്റെ നീഡ് 743, P1ൻ്റെ നീഡ് 122, P2ൻ്റെ നീഡ് 600, P3ൻ്റെ നീഡ് 011, P4ൻ്റെ നീഡ് 431. ഇതെങ്ങനെ കിട്ടിയത്? മാക്സ് മൈനസ് അലോക്കേഷൻ ചെയ്താലാണ് കിട്ടുക. മാക്സ് മൈനസ് അലോക്കേഷൻ നോക്ക് 753